കോൺഗ്രസിൽ വീണ്ടും കൊഴിഞ്ഞുപോക്ക്. അസം കോൺഗ്രസ് മുൻ അധ്യക്ഷൻ ഭൂപൻ ബോറ കോൺഗ്രസ് വിട്ടു. എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് രാജിക്കത്ത് കൈമാറി. പിസിസി അധ്യക്ഷൻ ഗൌരവ് ഗൊഗോയുമായുള്ള തർക്കത്തെ തുടർന്നാണ് രാജിയെന്നാണ് സൂചന. വൈഎസ് അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഇപ്പോൾ അസമിൽ മുൻ അധ്യക്ഷൻ പാർട്ടി വിടുമ്പോൾ എന്താണ് ഈ രാജിക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്? സ്മൃതി 2006 മുതൽ 2016 വരെ തുടർച്ചയായി നിയമസഭാ അംഗമായ ആളാണ്. 2021 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ പിസിസി അധ്യക്ഷനായ ഭൂപൻ കുമാർ ബോരയാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ടിരിക്കുന്നത്. രാജിക്കത്ത് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഏറെ നാളായി തനിക്ക് പാർട്ടിയിൽ നിന്ന് വലിയ രീതിയിലുള്ള അവഗണനയാണ് നേരിടുന്നതെന്നും ഇത്രയും അടിത്തറയുള്ള ഒരു നേതാവിനെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്ത് കൈമാറിയിരിക്കുന്നത്. അസമിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരു കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പിസിസി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഗൌരവ് ഗൊഗോയ് ഉണ്ടായത്. ഗൌരവ് ഗൊഗോയ് പല പരിപാടികളിലും തന്നെ പങ്കെടുപ്പിക്കാറില്ല, പല കമ്മിറ്റികളിലും തന്നെ ക്ഷണിക്കാറില്ല. അങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിന്നിരുന്നതായും നേരെ നേതൃത്വത്തെ അറിയിച്ചിട്ടും പരിഗണന ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലേക്ക് പാർട്ടി വിടുന്നതായിട്ടുള്ള അറിയിപ്പാണ് നിലവിൽ ഇപ്പോൾ ഭൂപൻ കുമാർ ബോറോയ് നൽകുന്നത്. പക്ഷേ എന്നാൽ പോലും BJPയിലേക്കുള്ള ഒരു പ്രവേശനത്തിന് സാധ്യതയാണോ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയവൃത്തങ്ങളടക്കം സംശയിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മോദി അടക്കം അസമിലെത്തി വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടോളം വികസന പ്രവർത്തനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്തത്. അതിന് പിന്നാലെയാണ് അസമിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവിനെ BJPയിൽ എത്തിക്കാനുള്ള നീക്കത്തിലൂടെ കടക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രാദേശിക പാർട്ടിയും ഇപ്പോൾ ഭൂപൻ കുമാർ ബോരയെ സമീപിച്ചിട്ടുണ്ട്. ഏത് പാർട്ടിയിലേക്കാണെന്നുള്ള നിലപാട് ഇപ്പോഴും ഭൂപൻ ബോര വ്യക്തമാക്കിയിട്ടില്ല. 2 ദിവസത്തിനകം തന്റെ നിലപാട് പറയുമെന്നാണ് നിലവിൽ. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്, കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. അതിന് മുന്നോടിയായി ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് വിട്ടുപോകുന്നത് അസം കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. സ്മൃതി, ശരി. വൈഎസ് അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.